ഇത് വിജയരാഘവൻ പറഞ്ഞ പോലെ ഇതൊരു തമിഴിലും ഭയങ്കരമായിട്ട് ഒരു റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ വെരി പവർഫുൾ തമിഴ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റാണ്. സോ അവിടെയും ഈ സ്ക്രിപ്റ്റും ഈ പടവും വളരെ വളരെ സൂപ്പർബായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. സോ വെരി ഹാപ്പി. ഇങ്ങനെ ഒരു വൈഡ് സ്കെയിലിൽ എടുത്ത പടം, ബോത്ത് ലാംഗ്വേജസ് മലയാളം ആൻഡ് തമിഴ്, ഓഡിയൻസ് ഈക്വലായിട്ട് അക്സെപ്റ്റ് ചെയ്തെന്നുള്ള വിഷയം വന്നിട്ട് വളരെ ഒരു ഹാർട്ട് വാമിങ് ഫീലിംഗ്. കുറച്ച് ആക്ഷൻസ് ഉണ്ട്, അതിനൊരു കോർ ഇമോഷൻ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാ അതിനൊരു ഇന്റൻസിറ്റി കൊണ്ടുവരാൻ പറ്റിയത്? കാരണം ഈ രണ്ട് ലാംഗ്വേജസിലും വർക്ക് ചെയ്ത യൂണിവേഴ്സസ് ആണെങ്കിൽ കൂടെ ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറക്ടർ ഇൻപുട്ട് ഇല്ലാതെ മുരളി സാർ ഇപ്പോൾ ഷൂട്ടിങ്ങിലുണ്ടാവും. സോ മുരളി സാർ വന്നിട്ട് യോഗി സാർ വന്നിട്ട് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇന്റൻസിറ്റി വേണം, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ഫുൾ ആ ക്യാരക്ടറിനെ കുറിച്ച് തിരിച്ച് എനിക്ക് ഒരു ക്ലാസ് എടുക്കും. സോ ഒരു സീക്വൻസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ബാക്ക് സ്റ്റോറി, പടത്തിൽ കാണിക്കാത്ത കുറെ ബാക്ക് സ്റ്റോറി, അവരുടെ ക്യാരക്ടർ അവർ എന്തായിരുന്നു അതൊന്നും പടത്തിലില്ല. ബട്ട് ഫോർ മൈ അണ്ടർസ്റ്റാൻഡിങ്, ഫോർ മീ ടു പെർഫോം ബെറ്റർ, സോ ഈ മോട്ടിവേഷൻ വന്നിട്ട് നിറയെ ഇൻപുട്സ് ചെയ്യണത്. സോ ഇറ്റ് വാസ് ഈസി ഫോർ മീ. സോ ആ ഇതെല്ലാം എൻ്റെ മൈൻഡിൽ വെച്ചിട്ട് when I'm performing, it helped me a lot. So director and Murali Gopi sir, I think with their inputs and our support, I think I could see myself as a different person in the film. എന്നോടൊരു ഡയലോഗിന് ഒരു ഉത്തരം പറയുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു. എന്തോ ടെക്നോളജി സ്ഥിരമായിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊന്ന് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റില്ല. വളരെ പുരാതനമായിട്ടൊരു പേരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തെ അങ്ങനെ ഒരു പേരിലേക്ക് പോയതാണ്. രണ്ട്, അതിനകത്തൊരു ഇന്നർലൈനിൽ പറയുന്ന ഒരു കാര്യം, ആ കഥാപാത്രങ്ങളുടെ ഉള്ളിലൊരു വന്യതയും അതിന്റെ നന്മയും തിന്മയും ഉണ്ട്. അതാണ് അതിന്റെ ഇന്നർലൈനിൽ പറയുന്നത്. പക്ഷേ ഇതിന്റെ ഒരു എഴുത്ത് സമയത്തെ തിരുവനന്തപുരമായതുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ ഒരു പുരാതനമായ പേരാണെന്നാണ് അതിലേക്ക് വരികയുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അന്നങ്ങാട്. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഷോമാരുടെ ഹാപ്പി ആയിരുന്നു ആ ഒരു ഗെറ്റപ്പിലും ആ ക്യാരക്ടറിന്റെ ഒരു മൂഡിലും. പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത എങ്ങനെ കാണാനായിട്ട് എങ്ങനെയാണ് ആളുകൾ കണക്ട് ആവുമോ എന്നുള്ള കാര്യം. അത് കണക്ട് ആയെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല ഞാനാണ് അത് ചെയ്തത്. അത്രയും ഡിഫറൻസ് ഓൺ സ്ക്രീനിലുണ്ടെന്ന് പറഞ്ഞു. അത് എനിക്കിഷ്ടമാണ് അങ്ങനെ എപ്പോഴും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനും അങ്ങനത്തെ ലുക്ക് ആൻഡ് ഫീൽ വരാനായിട്ട്. മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു പരിചയം ഓൾറെഡി ഉണ്ടായിരുന്നു. മുരളീശ്വരനോട് ആദ്യമായിട്ടാണ്. പിന്നെ ചേട്ടനാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് എല്ലാം ഫുൾ നറേറ്റ് ചെയ്തത് ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ്. പിന്നെ എപ്പോഴും കുറെ സമയം ചേട്ടനോട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങൾ 4 പേരും എപ്പോഴും സെറ്റിൽ ഒരുമിച്ചായിരിക്കും. അപ്പൊ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു നിങ്ങൾ സിനിമയിൽ കാണുന്ന ഒരു ബോണ്ടിങ് ഓൾറെഡി ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് ഒരു സീനിന്റെ ഇടയിൽ അങ്ങനെ ബിൽഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്തത്.